എന്തായാലും പിണറായി വിജയന്റെ വാക്കുകൾ, കെ സുധാകരൻ നൽകിയ പരാതി, അത് പിൻവലിച്ചത്, ഇതെല്ലാം കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയായി മാറുകയാണ്. മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളെ കുറിച്ച് തന്നെയാണ്. കേരളത്തിൽ 102ഓളം മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. സഹകരണ സ്ഥാപനങ്ങൾ തന്നെയാണ് ഇത് എന്ന് കരുതി ആളുകൾ വൻ തുക മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ നിയമം അനുസരിച്ചാണ് മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ ഇതുവരെ 102 സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങൾ, അവരുടെ ശാഖകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് നിരവധി. അങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുന്നത് എന്നാണ്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട എഴുമറ്റൂരിൽ സഹകരണ ബാങ്ക് ശതാബ്ദി ആഘോഷ വേളയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നടത്തിയ പ്രസംഗമുണ്ട്. മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: മൾട്ടി സ്റ്റേറ്റ് സഹകരണ സ്ഥാപനങ്ങൾ അരാജകത്വം സൃഷ്ടിക്കുന്നു. പിണറായി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിരിക്കുന്നത്. കേന്ദ്രം ശ്രമിക്കുന്നത് സഹകരണ മേഖലയെ തകർക്കാൻ എന്ന ഉപഹെഡിങ്ങും കൂടി നൽകിയിട്ടുണ്ട് ദേശാഭിമാനി. മൾട്ടി സ്റ്റേറ്റ് സഹകരണ സ്ഥാപനങ്ങൾ സഹകരണ മേഖലയിൽ അരാജകത്വം സൃഷ്ടിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്യുന്ന ഇത്തരം സംഘങ്ങളിൽ നിക്ഷേപത്തുക തന്നെ നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ്. ഇതും സഹകരണ സംഘമാണെന്ന് കരുതിയാണ് പലരും ഇടപാടിന് തയ്യാറാവുന്നത്. എന്നാൽ പണം നഷ്ടപ്പെടുന്നതോടെ സഹകരണ മേഖലയുടെ ആകെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നു. ഇതിനെതിരെ സഹകരണ വകുപ്പിനോ സംസ്ഥാന സർക്കാരിനോ നടപടി സ്വീകരിക്കാൻ കഴിയില്ല. കേന്ദ്ര സർക്കാരിനാണ് ഇവയുടെ പൂർണ്ണ നിയന്ത്രണം. മൾട്ടി സ്റ്റേറ്റ് സഹകരണ നിയമ ഭേദഗതിയിലൂടെ ഫെഡറൽ സംവിധാനത്തെയാണ് കേന്ദ്രം അട്ടിമറിക്കുന്നത്. ഭേദഗതിയോടെ നിക്ഷേപകനും വായ്പക്കാരനും ഇടപാടുകാർക്കും ലഭിച്ചിരുന്ന സംരക്ഷണവും ആനുകൂല്യങ്ങളും നഷ്ടമാകും, പിണറായി വിജയൻ പറഞ്ഞു. ഭരണഘടനയുടെ 7ാം ഷെഡ്യൂൾ പ്രകാരം സഹകരണ മേഖല സംസ്ഥാന വിഷയമാണെന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ ഭേദഗതിയിലൂടെ സഹകരണ സംഘത്തിന്റെ ആസ്തിയും മൂലധനവും ഉപയോഗിക്കാനുള്ള നിയന്ത്രണങ്ങളും ഒഴിവാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. എന്ന് വെച്ചാൽ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ കേരളത്തിൽ വലിയ അരാജകത്വം സൃഷ്ടിക്കുന്നു സാമ്പത്തികമായി എന്നാണ് സഹകരണ മേഖലയിൽ ഏറെക്കാലത്തെ പ്രവർത്തന പരിചയവുമുള്ള പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറയുന്നത്. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു 10 വർഷം എന്നുകൂടി ഓർക്കണം. അദ്ദേഹം തന്നെ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾക്കെതിരെ വലിയ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നു. അതിനിടയിലാണ് കെ സുധാകരൻ എം പി കഴിഞ്ഞ ദിവസം ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന പരാതി നൽകുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ പരാതി പിൻവലിച്ചു എന്നാണ് കേൾക്കുന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാവുന്നു. വളരെ വിശദമായ പരാതിയാണ് നൽകിയത്. കേരളത്തിലെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സ്ഥാപനമായ BLM, ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന സ്ഥാപനത്തിന് എതിരെയാണ് പരാതി നൽകിയത് കെ സുധാകരൻ എം പി. അദ്ദേഹം ആ പരാതിയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ തെറ്റുകളാണ് ഇവർ ചെയ്യുന്നത് എന്ന് അക്കമിട്ട് നിരത്തുകയും ചെയ്യുന്നുണ്ട്. ലാർജ് സ്കെയിൽ അൺലോഫുൾ ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ എന്ന് തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ BLM നടത്തിയിരിക്കുന്ന തെറ്റുകൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക്. ആ പരാതിയാണ് പുറത്തു വന്നത്. കെ സുധാകരൻ തന്നെ ഈ പരാതി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ തൊട്ടടുത്ത ദിവസം തന്നെ പരാതി പിൻവലിച്ചു എന്നാണ് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിൽ നിന്ന് ഈ പരാതിയുടെ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് എഡിറ്റ് ചെയ്ത് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ചെയ്തു? തെറ്റാണോ ചെയ്തിരിക്കുന്നത് കെ സുധാകരൻ? അദ്ദേഹം കൊടുത്ത പരാതി തെറ്റാണോ? ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് നൽകിയ പരാതി കെ സുധാകരൻ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത ദിവസം തന്നെ അത് പിൻവലിക്കുന്നു, അത് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. എന്തുകൊണ്ട്? ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകിയോ പരാതി പിൻവലിക്കാൻ, ഫേസ്ബുക്കിൽ നിന്ന് അത് നീക്കം ചെയ്യാൻ? അതല്ല, അദ്ദേഹം സ്വമേധയാ എടുത്ത തീരുമാനമാണോ എന്നത് വ്യക്തമാക്കേണ്ടത് കെ സുധാകരനാണ്. ചെറിയ ആരോപണമല്ല ഉന്നയിച്ചിരിക്കുന്നത്. BLM എന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിനെതിരെയാണ് ആരോപണം ഉന്നയിച്ചത്. പരാതി നൽകിയിരിക്കുന്നത് ആഭ്യന്തരമന്ത്രിക്ക്, MP എന്ന ഉത്തരവാദിത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ലെറ്റർ പാഡിൽ. അത് എന്തിനു പിൻവലിച്ചു, എന്താണ് അതിന് കാരണം എന്ന് പറയണ്ടേ അദ്ദേഹം? അതിലുന്നയിച്ച കാര്യങ്ങൾ, പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് എന്ന് കെ സുധാകരന് ബോധ്യപ്പെട്ടോ? അത് അദ്ദേഹം പറയണം. അതല്ല,
മൾട്ടി സ്റ്റേറ്റ് സഹകരണ സ്ഥാപനങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയോ കെ സുധാകരൻ എന്ന ചോദ്യത്തിനും അദ്ദേഹം മറുപടി പറയണം. ഒന്നും പറയാതെ അദ്ദേഹം പോസ്റ്റ് പിൻവലിച്ച് പോവുകയും പരാതി പിൻവലിക്കുകയും ചെയ്തു എന്നാണ് അറിയുന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു. ആ സമയത്ത് തന്നെയാണ് കെ സുധാകരൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് നൽകിയ പരാതി പിൻവലിച്ച് ഓടുന്നത്. എന്തുകൊണ്ട്? ആരാണ്, എവിടെയാണ് കെ സുധാകരന് മുകളിൽ സമ്മർദ്ദം ചെലുത്തിയത് എന്ന വലിയ ചോദ്യത്തിന് ഇതുവരെയും ഉത്തരം കിട്ടിയിട്ടില്ല. ഇനി അതല്ല, ആഭ്യന്തര വകുപ്പ് നേരിട്ട് കെ സുധാകരനോട് ആവശ്യപ്പെട്ടോ, മന്ത്രി ആവശ്യപ്പെട്ടോ പിൻവലിക്കണമെന്ന്? അക്കാര്യവും വ്യക്തമാക്കേണ്ടത് കെ സുധാകരനാണ്. എന്ന് വെച്ചാൽ വലിയ രാഷ്ട്രീയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വമ്പൻ ശക്തികളാണ് മൾട്ടി സ്റ്റേറ്റ് സഹകരണ സ്ഥാപനങ്ങൾ എന്ന് ഇതോടെ വ്യക്തമായിട്ടുണ്ട്. കേരളത്തെ അക്ഷരാർത്ഥത്തിൽ കൊള്ളയടിക്കുകയാണ് ഈ സ്ഥാപനങ്ങൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ പറഞ്ഞത് അരാജകത്വം സൃഷ്ടിക്കുകയാണ് സഹകരണ മേഖലയിൽ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സ്ഥാപനങ്ങൾ എന്ന്. എന്തായാലും പിണറായി വിജയൻ്റെ വാക്കുകൾ, കെ സുധാകരൻ നൽകിയ പരാതി, അത് പിൻവലിച്ചത്, ഇതെല്ലാം കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയായി മാറുകയാണ്. അതുമാത്രമല്ല, വലിയ പരസ്യങ്ങൾ നൽകി പ്രമുഖ മാധ്യമങ്ങളെല്ലാം കയ്യിലെടുക്കാനും ഈ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സ്ഥാപനങ്ങൾക്ക് കഴിയുന്നു എന്നത് കേരളത്തിന് വലിയ ഭീഷണി അത് ഉയർത്തുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ്.